ശബരിമലയിലേക്ക് കുതിച്ചെത്താനൊരുങ്ങി CBI. സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെ സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CBI സംഘം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ ശബരിമലയിൽ കേവലം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയോ അല്ലെങ്കിൽ വാതിൽപ്പടിയിലെയോ കട്ടിളപ്പാളിയിലെയോ സ്വർണ്ണപ്പാളിയോ അല്ല, പഞ്ചലോക വിഗ്രഹങ്ങളും എന്തിനേറെ പറയുന്നു 18ാം പടിയിലെ സ്വർണം പോലും കൊള്ള ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ച് ഹൃദയം നുറുങ്ങുന്ന വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഇതാ പുറത്തു വരുന്നത്. ശബരിമല സന്നിധാനത്ത് വൻ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയിൽ കൊള്ളയടിക്കപ്പെട്ടത് ഭഗവാന്റെ ആടയാഭരണങ്ങളും ഭഗവാന്റെ വിഗ്രഹങ്ങളും പോലുമാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് പുറത്തു വരുന്നത്. ഒരു അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘത്തിന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. നേരത്തെ ഹൈക്കോടതി ഇത്തരം ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ കേരളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം അതിൽ അത്ഭുതപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ ദിവസത്തെയും വാർത്തകൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തിയും ആഴവും വെളിവാക്കുന്നതാണ്. ശബരിമലയിൽ നടന്നത് കേവലം ഒരു സ്വർണ്ണപ്പാളി അടിച്ചുമാറ്റലോ അല്ലെങ്കിൽ കേവലം ഒരു സ്വർണ്ണ മോഷണവുമല്ല. ശബരിമല സന്നിധാനത്ത് തന്നെ പൂർണ്ണമായും കൊള്ളയടിക്കാനുള്ള വമ്പൻ പദ്ധതി. ശബരീശ സന്നിധിയിലെ പതിറ്റാണ്ടുകളായുള്ള അമൂല്യമായ വിഗ്രഹങ്ങളും സ്വർണ്ണ ഉരുപ്പടികളും ഒക്കെ തന്നെ വിദേശത്തേക്ക് കടത്താനുള്ള വമ്പൻ കൊട്ടേഷൻ. അത് ഏറ്റെടുത്തതാകട്ടെ സംസ്ഥാന സർക്കാരിലെ ഉന്നതന്മാരും ശബരിമലയിലെ മേലാളന്മാരും ശബരിമലയിലെ ഭരണാധികാരികളെന്നും ചമഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ വൻ കൊള്ള നടന്നത് എന്നുള്ളത് നമുക്ക് മുന്നിൽ വെളിവാകുന്നതാണ്. ഇതിനെതിരെ വലിയൊരു പടപ്പുറപ്പാട് നടത്തുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ എന്ന മനുഷ്യനാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയതും ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചതും. പിന്നാലെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ CBIയുടെ ഒരു അഭിപ്രായം ആരായുകയുണ്ടായി. സാധാരണയായി CBI അന്വേഷണം ആവശ്യപ്പെട്ട നിരവധി പരാതികളും നിരവധി ആവശ്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഉയരാറുണ്ട്. അതിലെല്ലാം തന്നെ പലപ്പോഴും CBI അതിനെയൊക്കെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത്രത്തോളം കേസുകളുടെ ബാഹുല്യം CBIക്കുണ്ട്. അതിനനുസരിച്ചുള്ള മാൻ പവറും അവരുടെ ഭാഗത്തില്ല. സ്വാഭാവികമായും അവർ വരുന്ന ആവശ്യങ്ങളുടെ 10-1 പോലും സ്വീകരിക്കാറില്ല. എന്നാൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ആദ്യ പരിശോധനയിൽ തന്നെ സ്വർണ്ണക്കൊള്ള കേവലം ഒരു ചെറിയ സംഭവമല്ലെന്നും ഇത് ശബരിമലയെ പൂർണ്ണമായും തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വലിയ ഗൂഢാലോചന ഭാഗമാണെന്നും CBIക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CBI സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. ഏറ്റവും നിർണായകമായ നീക്കം നടന്നത് അവിടെയാണ്. ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ അന്വേഷണം CBIക്ക് പോകുമെന്ന കാര്യം ഏറെ ഉറപ്പായിരിക്കുന്നു. ഇവിടെ നെഞ്ചിടിച്ചു തുടങ്ങിയത് കേരളത്തിലെ നേതാക്കന്മാർക്കാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കാണ്. കാരണം പിണറായിയുടെ ദേവസ്വം ബോർഡ്, പിണറായിയുടെ ദേവസ്വം മന്ത്രി, പിണറായിയുടെ ദേവസ്വം കമ്മീഷണറൊക്കെ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കൊള്ളയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ഈ കൊള്ളയ്ക്ക് പിന്നിൽ കേവലം ഉദ്യോഗസ്ഥർ മാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട്, രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട്, ശബരിമലയിലെ ജീവനക്കാർക്കടക്കം പങ്കുണ്ട്. അങ്ങനെ സർക്കാരും ഭരണകൂടവും ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഒരു സംയുക്തമായ കൊള്ളയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ കേട്ട് ഓരോ അയ്യപ്പ ഭക്തനും നെഞ്ചിൽ കൈവച്ച് വിളിച്ചുപോയി, സ്വാമിയെ ശരണമയ്യപ്പ. കാരണം ശബരിമല ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ പോലും വിറ്റു തുലച്ചു ഈ നരാധമന്മാർ. നമ്മൾ ഇതുവരെ കേട്ടത് എന്താണ്? ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി 1999 വിജയ് മല്യ പൊതിഞ്ഞു നൽകിയ സ്വർണ്ണപ്പാളി, അതാണ് മോഷണം പോയത്. പിന്നീട് കേട്ടത് കട്ടിളപ്പാളിയിലെയും വാതിൽപ്പടിയിലെയും സ്വർണ്ണപ്പാളികളും മോഷണം പോയി. അതും നമ്മൾ കേട്ടു. എന്നാൽ പിന്നീട് കേട്ടതൊന്നും തന്നെ വിശ്വസിക്കാൻ പോലും സാധിക്കാത്തതാണ്, വിശ്വസിക്കാൻ പോലും പ്രയാസപ്പെടുന്നതാണ്. ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയി.
തിരുവനന്തപുരത്ത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ആ വിഗ്രഹങ്ങൾ വിറ്റു തുലച്ചു. വാങ്ങിയതോ ഡി മണി എന്നറിയപ്പെടുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ആഗോള വിഗ്രഹ കടത്ത് നടത്തുന്ന ഒരു കൊള്ളക്കാരൻ. അയാൾ ദുബായിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു. ദിണ്ടികളിൽ നിന്ന് ഒരു കാറ് നിറയെ പണവുമായി അയാളുടെ സിൽബന്തികൾ തിരുവനന്തപുരത്തേക്ക് എത്തി. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന ഈ ഇടനിലക്കാരൻ, ശബരിമലയെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആ ഇടനിലക്കാരൻ മുഖാന്തിരമാണ് 4 പഞ്ചലോക വിഗ്രഹങ്ങളും തിരുവനന്തപുരത്ത് എത്തിയത്. കൊണ്ടുവന്നതോ ദേവസ്വത്തിലെ ഉന്നതൻ, സർക്കാരിലെ ഉന്നതൻ. ആ ഉന്നതൻ്റെ കയ്യിലേക്ക് കെട്ടുകണക്കിന് നോട്ടുകെട്ടുകളാണ് ഈ കൊള്ളസംഘം കൈമാറിയത് എന്ന് ദൃക്സാക്ഷികൾ തന്നെ മൊഴി നൽകി. ആ മൊഴി കേട്ട് സത്യത്തിൽ SIT സംഘം പോലും ഞെട്ടി. SIT എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ. SITയുടെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് നേരത്തെ പുറത്തു വന്ന വാർത്തകളാണ്. രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഈ ഹർജിയിലും അത് വ്യക്തമായി പറയുന്നു. കാരണം SITയുടെ തലവൻ ആരാണ്? ഒരു IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രം. SITയുടെ തലവൻ ആരാണ്? ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മാത്രമാണ്. കേരളത്തിൻ്റെ ഭരണം നയിക്കുന്ന, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കസേര കൈയാളുന്ന, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ പദവി കൂടി കൈയാളുന്ന പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ എങ്ങനെയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരിക? എങ്ങനെയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ CPMന്റെ നേതാക്കന്മാർ അറസ്റ്റിലാവുക? എങ്ങനെയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ CPMന്റെ നേതാക്കളിലേക്ക് അന്വേഷണം എത്തുക? 2019-20 കാലഘട്ടത്തിലാണ് ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കൊള്ളയടിക്കപ്പെട്ടത് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അന്ന് ശബരിമല ദേവസ്വത്തിൻ്റെ കമ്മീഷണറായിരുന്നത് ആരാണ്? ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? ദേവസ്വം മന്ത്രിയായിരുന്നത് ആരാണ്? ആ ആളുകളിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. അതിൽ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ഇപ്പോൾ ജയിലഴിക്കുള്ളിലാണ്. അപ്പോൾ അടുത്ത അന്വേഷണം പോകേണ്ടത് മുൻ ദേവസ്വം മന്ത്രിയിലേക്കാണ്, സർക്കാരിന്റെ ഭാഗമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. പക്ഷേ ആ അന്വേഷണം അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. കടകംപള്ളിക്ക് മാത്രമല്ല, കടകംപള്ളിയിൽ നിന്ന് ആരൊക്കെയാണ് പങ്കുപറ്റിയിട്ടുള്ളത്? ഈ പഞ്ചലോക വിഗ്രഹത്തിന്റെ വിൽപ്പനയിലൂടെ ലഭിച്ച കോടിക്കണക്കിന് രൂപ വീതിച്ചെടുത്ത ഉന്നതന്മാർ ആരൊക്കെ? ഈ സർക്കാരിലെ ഏതൊക്കെ ആളുകൾക്ക് ആ പണത്തിന്റെ വിഹിതം കിട്ടി എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാൽ അത് സംബന്ധിച്ച് ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന ഘട്ടത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൂടുതൽ സമ്മർദ്ദം സംസ്ഥാന BJP നേതൃത്വം കേന്ദ്ര സർക്കാർ ചെലുത്തിയത്. ഇപ്പോൾ ഇതാ ഹൈക്കോടതി പോലും ഏറെക്കുറെ അതിനനുകൂലമായിരിക്കുന്നു. ഇതാ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ വമ്പൻ നീക്കം, പറന്നിറങ്ങാൻ തയ്യാറായി CBI സംഘം. ശബരിമലയിലേക്ക് CBI സംഘം എത്തുകയാണ്. സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം CBIക്ക് പോകുന്ന കാലം വിദൂരമല്ല. ശബരിമലയിലെ മുഴുവൻ സ്വർണ്ണക്കള്ളന്മാരെയും കൂട്ടിലടയ്ക്കാൻ, ശബരിമലയിലെ മുഴുവൻ സ്വർണ്ണക്കള്ളന്മാരെയും പിടിച്ചകത്തിടാൻ, ഉന്നതന്മാരെ പൂട്ടാൻ വേണ്ടി ഇതാ CBI സംഘം എത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാഞ്ഞെത്താനായി CBIയുടെ നിർണായക നീക്കം. ശബരിമലയിൽ മുട്ടുവിറച്ച് പിണറായിയും സംഘവും. കേരളത്തിലെ CPMന്റെ നേതാക്കന്മാരുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുടെ പങ്ക് പറ്റിയ എല്ലാ CPMകാരനെയും എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഉള്ളിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.